നമസ്കാരം. സംസ്ഥാനത്തെ IAS തലപ്പത്ത് വലിയ അഴിച്ചുപണി തുടങ്ങുന്നു. 4 IAS ഉദ്യോഗസ്ഥർക്കാണ് സർക്കാർ പുതിയ ചുമതല നൽകാൻ പോകുന്നത്. ഒന്ന് ബിജു പ്രഭാകറാണ്. ബിജു പ്രഭാകർ KCBയുടെ ചെയർമാനാകും. KCB ചെയർമാൻ ആയിരുന്ന രാജൻ കൊബ്രഗഡെ ആരോഗ്യവകുപ്പിൻ്റെ സെക്രട്ടറിയായി തിരിച്ചെത്തുകയാണ്. ഇനി മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മാറും. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജു പ്രഭാകർ നിലവിൽ വഹിക്കുന്ന ഗതാഗത സെക്രട്ടറി പദവിയിൽ തുടരുകയും ചെയ്യും. K. വാസുകിക്ക് നോർക്ക സെക്രട്ടറി സ്ഥാനം കൂടി സർക്കാർ നൽകുകയാണ്. ലേബർ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെക്രട്ടറിയാണ് നിലവിൽ വാസുകി. ഇതിൽ ബിജു പ്രഭാകർ മാത്രമാണ് വ്യത്യസ്തനാകുന്നത്. ഞാനത് പറയാൻ കാരണം, അതായത് എല്ലാം ശരിയാക്കാനായിരുന്നു ഈ ബിജു പ്രഭാകറിനെ KSRTC MD ആക്കി കൊണ്ടുവന്നത്. ഇതൊക്കെയായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങൾ കേട്ട സംസാരം. ഇപ്പോൾ എല്ലാം ശരിയാക്കും ബിജു പ്രഭാകർ. പിന്നാലെ ബസ് ഓടിക്കാനിറങ്ങിയ ആദ്യ ഗതാഗത മന്ത്രി ആന്റണി രാജു മാറിയതിന് പിന്നാലെ ബിജു പ്രഭാകറിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. KSRTC ഒട്ടും ശരിയാക്കിയതുമില്ല, ചുറ്റിനും ശത്രുക്കളുമായി. ബസ് ഓടിക്കാൻ അറിയാവുന്ന നാട്ടിൽ നിരവധി സ്വകാര്യ ബസ്സുകളുള്ള മന്ത്രിയായ നടൻ വന്നതോടെ ബിജു പ്രഭാകറിന് നട്ടം തിരിയാൻ കഴിയാതെ വന്നു എന്ന് പറയാം. പിന്നെ ലീവെടുത്തു, പിന്നാലെ വകുപ്പ് മാറി, ഇപ്പോഴിതാ KCBയിലേക്ക് എത്തി, KSRTCയെ വിട്ടു. ഫലത്തിൽ KSRTCയും KCBയും ഒരു നുകത്തിലെ 2 കാളകളാണ്. വലിയടാ വലി എന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. കടം കയറിയ KSRTCയും ഓസിന് കിട്ടുന്ന വെള്ളം കൊണ്ട് നിർമ്മിക്കുന്ന വൈദ്യുതിക്ക് കൊള്ളയടിയും നടത്തുന്ന KCBയും കണക്കാണ്. KCB ഒരു കൊള്ളയടി സ്ഥാപനമാണ് എന്നാണ് പറഞ്ഞത്. IPSകാരിയാണ് അങ്ങനെ പറഞ്ഞത് തന്നെ. അതുകൊണ്ട് പാവങ്ങളായ മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കയറാൻ തോന്നരുത്, അങ്ങനെ വരരുത്. എന്തു തന്നെയായാലും ബിജു പ്രഭാകർ KSRTCയിൽ നല്ല പേരെടുത്ത വ്യക്തി അല്ല, ഉള്ള പേര് കളഞ്ഞ വ്യക്തി കൂടിയാണ്. അതേ KCBക്കാരോട് നമുക്ക് പറയാനുള്ളൂ എന്നുകൂടി പറയട്ടെ. സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി സ്ഥാപിക്കുവാനും അതുവഴി KSRTCയെ ഇല്ലാതാക്കുവാനും ശ്രമിച്ച MD എന്ന ഖ്യാതിയാണ് ബിജു പ്രഭാകരൻ ഇപ്പോഴുള്ളത്. മാത്രമല്ല, ബിജു MD ആയി വന്ന ശേഷം തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിൽ ഇദ്ദേഹം മുമ്പനാണ്. ശമ്പളം എന്നത് സ്വപ്നമാകുമോ എന്ന് പോലും തൊഴിലാളികൾ ഭയപ്പെട്ട കാലമായിരുന്നു ഈ MDയുടെ, അതായത് ബിജു പ്രഭാകരൻ്റെ കാലഘട്ടം. MDയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ കാലം. 400 കോടിയുടെ അഴിമതി കണ്ടെത്തി എന്ന് പറഞ്ഞ് വാർത്താസമ്മേളനം നടത്തിയ ഒരു ബിജു പ്രഭാകരനെ അന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിലും ഈ അഴിമതിയെക്കുറിച്ച് മിണ്ടാത്ത ബിജു പ്രഭാകരനെയും നമുക്ക് കാണേണ്ടി വന്നില്ലേ? ഇതാണ് ഞാൻ അദ്ദേഹം വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെയെല്ലാം വിഭവങ്ങൾ ഒരുക്കി വെച്ചാണ് ബിജു പ്രഭാകർ KSRTCയുടെ MD കളം വിട്ടത് തന്നെ. പ്രധാനമായും മന്ത്രി ഗണേശനുമായുള്ള സ്വരച്ചേർച്ച നഷ്ടമായതാണ് ഏറ്റവും വലിയ പ്രശ്നം. മന്ത്രിക്ക് MDക്ക് മന്ത്രിയും താങ്ങും തണലുമായി നിൽക്കാതെ തൊഴിലാളികളെ എങ്ങനെ മേയ്ക്കാനാകും എന്ന് ഓർക്കണ്ടേ? ശമ്പളം കൊടുക്കാതിരിക്കണം, കടമാണെന്നും വരുമാനമില്ലെന്നും ഔദ്യോഗികമായി വിളിച്ചു പറയണം, തൊഴിലാളികൾ ജോലിക്ക് വരാത്തവരാണെന്ന് പറയണം, മദ്യപാനികളും റാഷ് ഡ്രൈവർമാരുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ മാറി മാറി തൊഴിലാളികളുടെ നെഞ്ചിൽ പൊങ്കാലയിട്ടാലേ തൊഴിലാളി വർഗ പാർട്ടി നയിക്കുന്ന സർക്കാരിന് ശമ്പളം കൊടുക്കാതിരിക്കുവാനുള്ള വഴി തെളിയൂ എന്നുള്ള അവസ്ഥയിലെത്തി. ഇതിനെല്ലാം അടിസ്ഥാനമായി വേണ്ടത് ഐക്യമാണ്. അതും മന്ത്രിയും MDയും തമ്മിലുള്ള ഒരു ഐക്യം. ആന്റണി രാജു മന്ത്രിക്ക് ബിജു ആയിരുന്നു സൂട്ടായിട്ടുള്ള ആൾ. എന്നാൽ ഗണേശൻ മന്ത്രിക്ക് ബിജു അത്ര സൂട്ടല്ല. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ബിജു പ്രഭാകർ അവധിയെടുത്തതും പിന്നീട് KSRTC ബസ് ഉപേക്ഷിച്ചതും. മന്ത്രിയും MDയും തമ്മിൽ മന്ത്രി ഓഫീസിൽ പൊരിഞ്ഞ വാക്പയറ്റ് നടന്നിരുന്നു എന്ന് സെക്രട്ടേറിയറ്റിലെ രഹസ്യചാരന്മാർ പറഞ്ഞു നടക്കുന്നുമുണ്ട്. വിശ്വസിക്കാവുന്ന സോഴ്സുകളാണ് അത് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ഹജൂർ കച്ചേരിയിലെ തൂണുകൾക്ക് വരെ കാതുണ്ട് എന്നാണ് പഴമക്കാർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അതും ശരിയാണ്. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ സർക്കാരിനെ പോലെയായിരുന്നു ബിജു പ്രഭാകർ. KSRTCയെ ശരിയാക്കാൻ പോയ ബിജുവിനെ ശരിപ്പെടുത്തി വിട്ടതാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരത്തിൻ്റെ ഓപ്പറേഷൻ അനന്തയുടെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഈ ബിജു പ്രഭാകർ. സർവീസിൽ മോശമെന്ന പദം പറയാൻ കഴിയാത്ത ബിജു പക്ഷേ ആനവണ്ടി കോർപ്പറേഷന് മുന്നിൽ കൊമ്പുകുത്തി എന്ന് പറയേണ്ടി വരും. ഈ കൊമ്പനാണ് ഇപ്പോൾ KCBയിലേക്ക് ചാടി വന്നിരിക്കുന്നത് എന്ന് എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. ഒന്നുകിൽ ഈ പറയുന്ന പോലെ K. കൃഷ്ണൻകുട്ടി മന്ത്രിക്ക് തലവേദനയാകുമോ അതോ തലയാകുമോ എന്നറിയാൻ വരും ദിവസങ്ങൾ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതേസമയം KSRTC ജീവനക്കാർ KCB ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചന. ഒരു KSRTC പോലൊരു സംവിധാനത്തിനെ ശമ്പളമില്ല സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ആ MDക്ക് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത KSRTCക്കാർ KCBയെ ഓർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KSRTCയിലെ ജീവനക്കാർ KCBയിലെ ജീവനക്കാർക്ക് പറയുന്നതും അവരോട് പറഞ്ഞതുമായിട്ടുള്ള മൊഴികളെന്ന് പറഞ്ഞാൽ വരുന്നത് ബിജു പ്രഭാകറാണ്, പൂട്ടാതിരുന്നാൽ ഭാഗ്യം, ശമ്പളം കിട്ടാതിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ബിജു പ്രഭാകർ എന്ന് പറയുന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് എന്നാണ് തൊഴിലാളികളടക്കം പറയുന്നത്.